ട്രേഡിംഗ് എന്ന് പറയുന്ന മേഖലയിലോട്ട് കടന്നു വരുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദി എല്ലാ ബിഗിനേഴ്സും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ ട്രെൻഡുകൾ? ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മാർക്കറ്റ് ഏത് ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഓവറോൾ ഡയറക്ഷൻ എങ്ങോട്ടാണ്, അല്ലെങ്കിൽ ഏത് സൈഡിലോട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സൂചന നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ട്രെൻഡാണ്. ട്രേഡിങ്ങിൽ പൊതുവേ പറയുന്ന ഒരു ടേം ഉണ്ട്, ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്നാണ് പറയാറുള്ളത്. അതായത് ട്രെൻഡിന് അഗെയിൻസ്റ്റ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ട്രേഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു ബിഗിനർ ട്രേഡർ ആയുള്ള ആളുകൾ ട്രെൻഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ട്രേഡുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുകയും നമ്മുടെ ട്രേഡിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. സോ ട്രെൻഡ് എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു ന്യൂ വീഡിയോ. മാർക്കറ്റിൽ പ്രധാനമായും 3 ടൈപ്പ് ഓഫ് ട്രെൻഡുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക: അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ് ആൻഡ് കൺസോൾട്ടേഷൻ. യഥാർത്ഥത്തിൽ എന്താണ് അപ് ട്രെൻഡുകൾ എന്ന് പറയുന്നത്? ഉദാഹരണത്തിന്, ഇത്തരത്തിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതിനെയാണ് നമ്മൾ അപ് ട്രെൻഡുകൾ എന്ന് പറയാറ്. കഴിഞ്ഞ കുറേ കാലമായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതിനെയാണ് നമ്മൾ അപ് ട്രെൻഡുകൾ എന്ന് പറയാറുള്ളത്. എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമായിട്ട് മാർക്കറ്റ് ഇത്തരത്തിൽ പ്രൈസുകൾ താഴോട്ട് പോകുന്നതിനെയാണ് നമ്മൾ ഡൗൺ ട്രെൻഡുകൾ എന്ന് പറയാറുള്ളത്. അതായത് ഡൗൺവേർഡ് മാർക്കറ്റ് എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമായിട്ട് മാർക്കറ്റ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരേ പ്രൈസ് റേഞ്ചിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ കൺസോൾട്ടേഷൻ മാർക്കറ്റ് എന്ന് പറയാറുള്ളത്, അല്ലെങ്കിൽ സൈഡ് വൈസ് മാർക്കറ്റുകൾ എന്ന് പറയാറുള്ളത്. ഇത്തരത്തിൽ 3 ടൈപ്പ് ഓഫ് ട്രെൻഡുകളാണ് പ്രധാനമായിട്ട് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുക. എന്നാൽ യഥാർത്ഥത്തിൽ മാർക്കറ്റിൻ്റെ റിയൽ ട്രെൻഡ് എന്താണ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൂളിൻ്റെ പേരാണ് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഈ അപ് ട്രെൻഡിലോട്ടാണ് മാർക്കറ്റ് പോകുന്ന സിനാരിയോസിലെല്ലാം നമ്മൾ ചെയ്യാറുള്ളത്. ജസ്റ്റ് ഈ അപ് ട്രെൻഡ് നോക്കുക. ഈ അപ് ട്രെൻഡിലോട്ട് മാർക്കറ്റ് പോകുന്ന സമയത്ത് നമ്മൾ ട്രെൻഡ് ലൈൻ, ഈ ഡൗണിലാണ് നമ്മൾ ട്രെൻഡ് ലൈൻ പ്ലോട്ട് ചെയ്യാറുള്ളത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഈ ഒരു ട്രെൻഡ് ലൈൻ തട്ടിക്കൊണ്ട് മാർക്കറ്റ് എന്തുണ്ട്, കഴിഞ്ഞ കുറേ കാലമായിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട് അല്ലേ. ഇനി ഡൗൺ ട്രെൻഡിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ട്രെൻഡ് ലൈൻ എപ്പോഴും പ്ലോട്ട് ചെയ്യാറുള്ളത് മുകളിലാണ്. ഈ ഒരു ട്രെൻഡ് ലൈനിൽ കണ്ടില്ല നിങ്ങൾ, ഈ ട്രെൻഡ് ലൈൻ തട്ടിക്കൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഡൗണിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ വരച്ചുകൊണ്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൻ്റെ ട്രെൻഡ് മുകളിലോട്ടാണോ അല്ലെങ്കിൽ താഴോട്ടാണോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. എന്നാൽ എങ്ങനെയാണ് ഈ ട്രെൻഡ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ട്രേഡിംഗ് സിസ്റ്റവുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എന്തെന്ന് പറയും, അപ് ട്രെൻഡ് എന്ന് പറയും അല്ലേ. മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് താഴോട്ടുള്ള ഒരു സെൽ എൻട്രി ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നത്. പക്ഷേ മാർക്കറ്റ് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, മുകളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൽ പോയിട്ട് നിങ്ങളൊരു സെല്ലുണ്ട്, ഒരു ബിയറിഷ് എൻട്രി പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് ഫെയിൽ ആവാനാണ് സാധ്യത കൂടുതൽ. കാരണം ഓവറോൾ ട്രെൻഡ് എന്ന് പറയുന്നത് ബുള്ളിഷ് ആണ്, എന്നാൽ നിങ്ങൾ എടുക്കുന്ന ട്രേഡ് എന്ന് പറയുന്നത് ബിയറിഷ് ആണ്. അപ്പോൾ അത് എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ എപ്പോഴും ട്രെൻഡിനെ നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റവുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ട്രെൻഡിന് എഗെയിൻസ്റ്റ് മാക്സിമം എൻട്രി പുഷ് ചെയ്യാതിരിക്കുക. ട്രെൻഡുമായിട്ട് ആഡ് ചെയ്ത് നിങ്ങൾ എൻട്രി പുഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ട്രേഡിൻ്റെ ക്വാളിറ്റിയെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് വളരെ നല്ല രീതിയിൽ നിങ്ങളെ സഹായിക്കും. ഇനി നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതിനനുസരിച്ച്, നിങ്ങളുടെ ഒരു ട്രേഡിംഗ് മെത്തേഡിനനുസരിച്ചിട്ട് നിങ്ങൾ ട്രെൻഡ് നോക്കുന്നതിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്യാൻ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് വർഷമായിട്ടുള്ള ഇയേഴ്സിൻ്റെ ഒരു ട്രെൻഡാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ഇയേഴ്സ് ആയിട്ട് മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു കറൻസി പെയർ ഏത് ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നാണ് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. എന്നാൽ നിങ്ങളൊരു സ്വിംഗ് ട്രേഡർ ആണ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യേണ്ടത് ഒരു മന്ത്ലി ട്രെൻഡ് എങ്ങോട്ടാണ്, ഒരു മന്ത്ലി ഒരു കറൻസി പെയർ സ്റ്റോക്കോ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. എന്നാൽ നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡർ അല്ലെങ്കിൽ ഒരു ഡേ ട്രേഡർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു ഡെയിലി ട്രെൻഡ് എങ്ങോട്ടാണ്, ഒരു ഡേ ട്രെൻഡ് എങ്ങോട്ടാണ് എന്നുള്ളതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റവുമായിട്ട് ഈ ട്രെൻഡ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ട്രെൻഡ് വളരെയധികം സഹായിക്കും. സോ ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്ന് പറയുന്ന ആ കോട്ട് നിങ്ങൾ എല്ലാവരും മറക്കാതെ ഇരിക്കുക. ഈ ട്രെൻഡ് എന്ന് പറയുന്ന സിസ്റ്റത്തിനെ നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റത്തോട് കൂടി എന്ത് ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ ക്വാളിറ്റി വളരെയധികം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഇനി കൂടുതലായി ട്രെൻഡിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രേഡിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ആളുകളും ഈ ചാനൽ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക.